ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സീറോ മലബാർ സഭയിലെ വിശ്വാസ സമൂഹത്തിന് അവരുടെ മക്കളെ സ്കൂളിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവെ വലിയൊരു കൺഫ്യൂഷൻ ഇപ്പോൾ നിലവിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ കാരണവന്മാർ നമ്മളെ സ്കൂളിൽ ചേർക്കുമ്പോൾ സ്കൂളിൽ ജാതിയും മതവും ചോദിക്കുമ്പോൾ നമ്മൾ പൊതുവെ ക്രിസ്ത്യൻ RC SC എന്നാണ് എഴുതാറുണ്ടായിരുന്നത്. എന്നാൽ ഗവൺമെൻറ് ഇതിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പേർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ് ഈ കാലഘട്ടത്തിലെ നമ്മുടെ എൻക്വയറികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് 2021 മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റ്, ജാതികളുടെ ലിസ്റ്റ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാക്കി പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ 164 മുന്നോക്ക വിഭാഗങ്ങൾ, അതായത് സംവരണ ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ 164 വിഭാഗങ്ങളിൽ 148 മുതൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ളവരാണ്. അതിൽ 163 നമ്പറായിട്ടാണ് ക്രിസ്ത്യൻ സീറോ മലബാർ വിഭാഗത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഉൾപ്പെടുത്തിയിരുന്നത് സിറിയൻ കാത്തലിക് സീറോ മലബാർ കാത്തലിക് എന്ന് പറഞ്ഞാണ് ഉണ്ടായിരുന്നത്. ആ ഗവൺമെൻറ് ഓർഡറിൻ്റെ നമ്പർ ജിയോ നമ്പർ 114/2021 എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇതിനകത്തൊരു തിരുത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സഭാധികാരികളെല്ലാം ഗവൺമെൻറ്റിനെ സമീപിച്ചു. അങ്ങനെ ഗവൺമെൻറ് അതിനകത്ത് അല്പം കൂടെ വ്യക്തത വരുത്തിക്കൊണ്ട് 2023 ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2023 ജിയോ നമ്പർ 109/2023 ആയിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഉള്ളിലെ സീറോ മലബാർ വിശ്വാസികൾ അറിയപ്പെടുന്നത് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാണ് അറിയപ്പെടുന്നത് ഔദ്യോഗികമായിട്ട്. അപ്പോൾ നമ്മുടെ റിലീജിയൻ എഴുതുമ്പോൾ ക്രിസ്ത്യൻ എഴുതിയിട്ട് താഴെ ജാതി ചോദിക്കുന്ന കോളത്തിൽ സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് തന്നെ വേണം എഴുതാൻ. ഇതിനൊരു ചുരുക്കപ്പട്ടികയും ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുകയോ അനുവദിച്ച് തരികയോ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞ് ഇതിന് യാതൊരു ചുരുക്കപ്പേരുമില്ല. നമ്മളത് എഴുതുമ്പോൾ മുഴുവനായിട്ട് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് തന്നെ എഴുതണം. അപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ നമ്മുടെ കുട്ടികളെ ചേർക്കുമ്പോഴോ ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ ബോർഡ് എക്സാം പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴോ ഇത് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് എഴുതണമെന്ന് ഓർമ്മിപ്പിക്കുക. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. അത് ചിലപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് വരും, എന്ന് പറഞ്ഞാൽ റവന്യൂ അധികാരികളുടെ, സർക്കാർ അധികാരികളുടെ ഭാഗത്തുനിന്ന് വരാം. അതിങ്ങനെയാണ്, അതായത് കാർന്നവന്മാരുടെ മാതാപിതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റിൽ RC SC എന്ന് കിടക്കുമ്പോൾ മക്കളുടെ സർട്ടിഫിക്കറ്റ് വരുന്നത് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് 2023 ഈ 109 നമ്പർ ജിയോ പുറപ്പെടുവിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ RC SC എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന വിഭാഗത്തിലെ സിറിയൻ ക്രിസ്ത്യൻസ് തന്നെയാണ്, അല്ലെ സീറോ മലബാർ വിശ്വാസികൾ തന്നെയാണ് ഇപ്പോൾ ഈ 109/2023 ജിയോ പുറപ്പെടുവിച്ചതിന് ശേഷം സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നറിയപ്പെടുക എന്ന ഒരു ഉത്തരവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അത് ഇതുവരെ അവർ പുറപ്പെടുവിച്ചിട്ടില്ല. അതിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പല എഴുത്തുകുത്തുകളൊക്കെ ആയിട്ട്. അതിനെ ഓർത്ത് നമ്മളാരും ആകുലപ്പെടേണ്ടതില്ല. അതിനെ മറികടക്കാൻ, അങ്ങനെ ഒരു ഇഷ്യൂ എന്തെങ്കിലും വന്നാൽ അതിനെ മറികടക്കാൻ നമുക്ക് എളുപ്പമാണ്. അത് നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മൾ സീറോ മലബാർ വിശ്വാസികളാണെന്നുള്ള ലെറ്റർ മേടിച്ച് നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത 1 at the same സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ വളരെ കൂളായിട്ട് അതിനെ മറികടക്കാം. അതൊരു ചെറിയ കാലഘട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ 2-3-4 വർഷങ്ങൾക്കുള്ളിലെ ജനിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ പ്രശ്നം വരുള്ളൂ. കാരണം അത് എത്രയും പെട്ടെന്ന് അത് ഗവൺമെൻറ് അത് ശരിയാക്കി എടുക്കും. നമുക്ക് അങ്ങനെ ഒരു ഉത്തരവും കൂടെ തന്ന് ഇത് ക്ലിയറാക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിൽ ഈ വർഷം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ, നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ജാതി കോളത്തിൻ്റെ അവിടെ സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് തന്നെ മുഴുവനായിട്ട് തന്നെ എഴുതണം. അതാണ് സീറോ മലബാർ സഭാ വിശ്വാസികളായ ആളുകളുടെ ഔദ്യോഗിക സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഗസറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്ന നമ്മുടെ പേര് എന്നുള്ള കാര്യം മറക്കരുത്. ഈ സ്കൂൾ ആരംഭിക്കുന്ന വർഷത്തിൽ അത് ഒത്തിരിയേറെ പേർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇത് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും കൂടെ നടത്തണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്.